ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നാരങ്ങ അച്ചാറായിട്ടാണ്. അപ്പോൾ നാരങ്ങ, ഈത്തപ്പഴം, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നല്ലെണ്ണ, കായം, ഉലുവ, ഇതാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പം ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നാരങ്ങ നന്നായിട്ട് വേവിക്കണം. ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് ഞാനല്ലേ, എൻ്റെ എഴുത്തിയമ്മ നായന ചേച്ചിയാണ് ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. ചേച്ചിയുടെ സ്പെഷ്യൽ അച്ചാറാണ്, നല്ല ടേസ്റ്റ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മളത് വേവിക്കാൻ വെച്ചു. ഇനി എന്താ പറയുക, നമ്മൾ ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു. ഉലുവയും കായവും വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വറുത്ത് പൊടിക്കണം, എന്നാലും അച്ചാറിന് നല്ലൊരു മണം കിട്ടുള്ളൂ. അത് കഴിഞ്ഞു ബാക്കിയുള്ള എണ്ണ മുഴുവനും അതിലൊഴിച്ചു. എന്നിട്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യാം, ഈത്തപ്പഴം വേവിക്കാം. അപ്പോൾ ഈത്തപ്പഴം വേവിക്കാൻ വേണ്ടി ഈത്തപ്പഴം ഇട്ടു. ഒരു കാര്യം ഞങ്ങൾ ശരിക്കും വിട്ടുപോയതായിരുന്നേ. ഈത്തപ്പഴം ഇടുന്നതിന് മുന്നേ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആദ്യം മൂപ്പിക്കണമായിരുന്നു. പക്ഷെ അത് വിട്ടുപോയി. ഇനി നമ്മൾ അതിന് നടുക്കൊന്ന് തുഴഞ്ഞിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് മൂപ്പിക്കുകയാണ്. ഇത് പുറത്തിരുന്നിട്ട് നമ്മുടെ നാരങ്ങ ആവുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മളിവിടെ ഈ നന്നായിട്ട് അലിത്ത് വരുന്നവരെ, ഈ ഈത്തപ്പഴം അലിത്ത് വരുന്നവരെ അത് വേവിക്കണം. എന്നിട്ട് നന്നായി വേവുമ്പോൾ നമ്മളെ പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ആഡ് ചെയ്യാം. അപ്പം ഈ എന്താ പറയുക, ഈത്തപ്പഴം അധികം മധുരമില്ലാത്ത കാരണം ഞങ്ങൾ ചെറിയൊരു പൊടിക്കൈയായിട്ട് കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിൽ, അത് വേണമെന്നില്ല. നല്ല പഴുത്ത ഈത്തപ്പഴം എടുത്താൽ മതി, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് ഈത്തപ്പഴം പഴുത്തത് കിട്ടില്ല, അല്ലെങ്കിൽ നാരങ്ങ നല്ല പഴുത്തത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനേ. ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നാരങ്ങ കട്ട് ചെയ്യാം. നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ കുരു പെടാതെ കട്ട് ചെയ്യണം കേട്ടോ. കുരു കട്ട് ചെയ്ത് തന്നെ കയ്പ്പ് അധികമാവും. ആ നാരങ്ങ വെള്ളം പോവരുത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അച്ചാർ റെഡിയായി. നമുക്കിനി ഓപ്ഷണലായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് വിനാഗിരി കൂടി ചേർക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി. നമുക്ക് വേഗം കഴിക്കാം, അടിപൊളി ടേസ്റ്റ്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരാവേ. ബായ്.